വർഷവും ഈ വർഷവുമായിട്ട് ഓരോ ക്ലാസ്സുകളുടെയും ടെക്സ്റ്റ് ബുക്ക് അഥവാ സിലബസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മളുടെ ചുറ്റും കേൾക്കുന്ന അടുത്ത ഒരു വാർത്ത എന്ന് പറയുന്നത് ഇപ്രാവശ്യം നടക്കാൻ വേണ്ടി പോകുന്ന നമ്മളുടെ ഓണം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പാറ്റേണിൽ മാറ്റമുണ്ട് എന്നതാണ്. അപ്പം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, നിങ്ങളുടെ ചേട്ടന്മാരും ചേച്ചിമാരും, അതായത് 9ാം ക്ലാസ്, 8ാം ക്ലാസ്, അതേപോലെ തന്നെ SSLC കുട്ടികളുടെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പോൾ ഓൾറെഡി പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റുന്നത് കഴിഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പ്രീവിയസ് ഇയറിൽ ചോദിക്കാത്ത തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുക. അതായത് സാധാരണ രീതിയിൽ നിന്നും വിട്ട് CBSEയിലൊക്കെ ചോദിച്ചു വരുന്ന ടൈപ്പ് ഓഫ് ചോദ്യങ്ങളാണ് 8, 9, 10 ക്ലാസ്സുകളിലെ ഈ ഓണം എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാൻ പറ്റാം. അപ്പം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ തൊട്ട് താഴെ വരുന്നത് ക്ലാസ് 7, ക്ലാസ് 6 ആൻഡ് ക്ലാസ് 5 സ്റ്റുഡൻസ് തന്നെയാണല്ലേ. അപ്പോൾ 7ാം ക്ലാസ്സിൽ നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാറ്റം ഇതുപോലെ ഉണ്ടാവുമോ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇപ്പോൾ കറൻ്റ്ലി ഒഫീഷ്യലി നിങ്ങൾക്ക് ഇതുപോലെയുള്ള 8ലും 9ലും 10ലും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി ഔട്ടായി കഴിഞ്ഞു. അതേപോലെ ക്ലാസ് 7ൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേൺസിൽ വ്യത്യാസമുണ്ട് എന്നുള്ള ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ഒരു കാര്യം എൻ്റെ കുട്ടികൾ മനസ്സിലാക്കണം, ഈവൻ ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ പാറ്റേണിൽ മാറ്റമില്ല എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ അത് എക്സ്പെക്റ്റ് ചെയ്യണം. സാധാരണ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളിൽ ചോദിക്കുന്നതിൽ നിന്നും വിട്ടിട്ടുള്ള ചോദ്യങ്ങൾ അഥവാ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ നല്ലോണം പഠിക്കേണ്ട അല്ലെങ്കിൽ പഠിച്ചിരിക്കേണ്ട എല്ലാ ഭാഗത്തു നിന്നും ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് എൻ്റെ കുട്ടികൾ മനസ്സിലാക്കേണ്ടത്. സോ ഒരേ ഒരു കാര്യം മാത്രം നിങ്ങൾ മനസ്സിലാക്കുക, ക്വസ്റ്റ്യൻ ഏത് രീതിയിൽ വന്നാലും എങ്ങനെ മാറി ചോദിച്ചാലും എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിൽ വന്നു കഴിഞ്ഞാലും അതിന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ്. അല്ലേ, ഇതിന് ടെൻഷൻ അടിച്ചിരിക്കുകയല്ല വേണ്ടത്. നമ്മുടെ മുമ്പിൽ ഇനിയും കുറേ ദിവസങ്ങളുണ്ട്. അപ്പോൾ ആ ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ നമ്മുടെ സിലബസ് ഏറ്റവും നന്നായിട്ട് നിങ്ങൾ പഠിക്കണം. ഏത് രീതിയിൽ നിന്നും ചോദ്യം ചോദിച്ചാൽ അതിന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസിലേക്ക് നിങ്ങൾ എത്തണം. അപ്പോൾ അത് സ്വന്തം ചെയ്യാൻ എൻ്റെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി നമ്മളൊരു അടിപൊളി ഇവൻറ്റ്, അതായത് ഈ ഓണം എക്സാമിന് എന്ത് പാറ്റേൺ മാറിയാലും നമ്മൾ തളരാൻ വേണ്ടി പോകുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഓണം എക്സാമിൻ്റെ ഒരു അടിപൊളി സ്റ്റഡി ചാലഞ്ചുമായിട്ട് നമ്മൾ വരുന്നുണ്ട്. ഇവിടെ ക്ലാസ് 7 സൃഷ്ടി ബാച്ച് ലൈവിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ക്ലാസ് 7 സൃഷ്ടി ബാച്ച്, അതായത് ഫ്രൈഡേ, അതായത് നാളെ കൃത്യം 7 മണിക്ക് നിങ്ങൾക്ക് ഈ ഓണം എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി സ്റ്റഡി പ്ലാൻ അഥവാ നമ്മുടെ സൃഷ്ടി ബാച്ചിൽ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഏത് രീതിയിൽ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാലും ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വരുത്തണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ധൈര്യപൂർവ്വം നമ്മുടെ സൃഷ്ടി ബാച്ചിലേക്ക് എൻ്റെ കുട്ടികൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മക്കളാണ് അല്ലെങ്കിൽ ജോയിൻ ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടില്ല എന്നിരുന്നാൽ പോലും നിങ്ങൾ ഈ ഒരു ഇവൻറ്റ് എന്തായാലും അറ്റൻഡ് ചെയ്യണം. അതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് നമുക്ക് നന്നായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റുക എന്നുള്ളതും. നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ഇവൻറ്റിൽ പറഞ്ഞു തരുന്നുണ്ടാവും. സോ എല്ലാവരും ഈ ഒരു ലൈവ് അറ്റൻഡ് ചെയ്യണം, നിർബന്ധമായും അറ്റൻഡ് ചെയ്യാം. മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ ഒരു കാര്യം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. ആൻഡ് എല്ലാവരെയും നമുക്ക് ഫ്രൈഡേ കൃത്യം 7 മണിക്ക് നേരിൽ കാണാം. നന്നായിട്ട് പഠിക്കാം, സ്റ്റഡി പ്ലാൻ അറിയാം. ഈ ഓണം എക്സാമിൽ ഫുൾ മാർക്ക് തന്നെ നമുക്ക് നേടാം.